വെൽക്കം ബാക്ക് ടു മാണിക്കച്ചപ്പ്. ഇന്ന് മാണിക്കച്ചപ്പ് പരിപാടിയിൽ നമുക്ക് വേണ്ടി നമ്മോടൊപ്പം വന്നിരിക്കുന്നത് കവിയും കലാകാരനുമായ മഞ്ചേരി BRCയിലെ BPC മണികണ്ഠൻ സാറാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാറിനെ സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ട ആക്കോട് വിരിപ്പാടം AUP സ്കൂളിലെ കുട്ടികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ PT മണികണ്ഠൻ പന്തലൂർ, മഞ്ചേരി BRCയിലെ BPC ആയി ജോലി ചെയ്യുകയാണ്. നിങ്ങളുടെ വിദ്യാലയത്തിലെ യൂട്യൂബ് ചാനലായ മാണിക്കച്ചപ്പ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രഭാവതി ടീച്ചർ അയച്ചു തന്നിരുന്നു. ഞാനത് കണ്ടു. മനോഹരമായ നിരവധി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി മാണിക്കച്ചപ്പിലൂടെ ലഭ്യമാക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള ഫോക്ക്ലോർ, അതുമായി ബന്ധപ്പെട്ടാണ്. ഫോക്ക്ലോർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അറിവ് എന്നർത്ഥം. ഒരു കാലത്ത് ജനങ്ങൾക്ക് ധാരാളം അറിവുകളുണ്ടായിരുന്നു. ഈ അറിവുകളുടെ കൈമാറ്റം ചെയ്ത് വന്നതാണ് നമുക്ക് ഇന്നുള്ള അറിവുകൾ പലതും. അപ്പോൾ ഓരോ കാലത്തും ജനങ്ങൾ ആർജിക്കുന്ന അറിവുകളെ ഫോക്ക്ലോറിൻ്റെ ഭാഗമായി നമ്മൾ പരിഗണിച്ചു പോരുന്നു. ഈ ഫോക്ക്ലോറിൽ വളരെ ചെറിയൊരു മേഖല എന്ന് പറയുന്ന സാധനമാണ് യഥാർത്ഥത്തിൽ നാടൻപാട്ട്. മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അവൻ കലകളും അതുപോലെ തന്നെ വിനോദങ്ങളും സ്വായത്തമാക്കിയിരുന്നു. മനുഷ്യന്മാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ഒന്നായി താമസിക്കാൻ തുടങ്ങിയത്, നദീതീരങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ലഭിക്കുന്ന ഇടവേളകൾ, കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ധാരാളമായിട്ടുള്ള ഇടവേള ലഭിക്കും. ആഹാരം തേടി പോകേണ്ടതില്ല, ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ഇടവേളകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയിൽ നിന്നാണ് വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങളും കളികളും വിനോദങ്ങളൊക്കെ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ ഭാഗമായി പ്രകൃതിയിലെ താളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ പാട്ടുപാടി, പ്രകൃതിയിലെ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം വരച്ചു, പ്രകൃതിയിലെ ചലനങ്ങൾക്കനുസരിച്ച് അവൻ പാട്ടുകൾ പാടുന്നു, കളിക്കുന്നു, വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ഇതെല്ലാം അവൻ പ്രകൃതി സ്വായത്തമാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ വളരെ ചെറിയ ഒരു ഭാഗമായിട്ടുള്ള വാമൊഴിപ്പാട്ടുകൾ അല്ലെങ്കിൽ നാടോടി ഗാനങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടൻ പാട്ട്, അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് അല്പനേരം സംസാരിക്കുന്നത്. നാടൻ പാട്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. നാടൻ പാട്ട് പിന്നെ കളിക്കാനുള്ള പാട്ടുകളുണ്ട്, കൃഷിക്കുള്ള പാട്ടുകളുണ്ട്, അനുഷ്ഠാന ആഘോഷങ്ങളും പാട്ടുകളുണ്ട്, ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം പാടുന്ന പാട്ടുകളുണ്ട്, കളിപ്പാട്ടുകളുണ്ട്. ഇങ്ങനെ കുറേ ഉണ്ട് നാടൻ പാട്ടിൽ. ഒരുപാട് വിഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാൻ വേണ്ടി കഴിയും നമുക്ക്. ഈ നാടൻ പാട്ടുകളിലെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതിനെല്ലാത്തിനും ഒരു ജീവിത ഗന്ധമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നാടൻ പാട്ട് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നതാണ്. നാടൻ പാട്ടിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. മിക്കവാറും നോക്കി കാണാൻ പറ്റും. നമ്മൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട നാടൻ പാട്ടാണ് വടക്കൻ പാട്ട്. അക്കാലത്ത് തച്ചോളി തറവാട്, അവിടുത്തെ അന്നത്തെ മനുഷ്യജീവിതം, അന്നത്തെ അംഗം, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നാടൻ പാട്ടുകൾ. പിന്നെ കാർഷികമായ മേഖലയെ ബന്ധപ്പെട്ട പാട്ടുകൾ, ഇങ്ങനെ കളിപ്പാട്ടുകൾ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത പാട്ടുകളുമുണ്ട്. അതിന് കഥാരഹിത ഗാനങ്ങൾ എന്ന് പറയും. ഇങ്ങനെ കുറേ വിഭാഗങ്ങളായിട്ടുള്ള നാടൻ പാട്ടുകളുണ്ട്. അത് വലിയ ഒരുപാട് സമയം പറയേണ്ട ഒരു മേഖലയായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇനി അതിൽ നാടൻപാട്ടിലേക്ക് വരിക. നാടൻപാട്ടിലേക്ക് വരുമ്പോൾ നാടൻപാട്ടിൻ്റെ ഉപകരണങ്ങൾ, വാദ്യോപകരണങ്ങളൊക്കെ തന്നെ ധാരാളമായിട്ട് എല്ലാ പ്രകൃതിയുമായിട്ട് അങ്ങേയറ്റം വരെ പിന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നാടൻപാട്ടിൻ്റെ ഓരോ കാര്യങ്ങളും. താളമാണെങ്കിലും അതിനുപയോഗിക്കുന്ന വർണ്ണമാണെങ്കിലും അതിൻ്റെ ചമയങ്ങളാണെങ്കിലും എല്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ്. പ്രകൃതി വിരുദ്ധമായിട്ടൊരു കാര്യങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ പോലെ കാര്യങ്ങൾ അതൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല. എല്ലാം കുരുത്തോല അതേപോലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ചമയങ്ങൾ ഒരുക്കുന്നത്. ചായങ്ങളും അങ്ങനെ തന്നെയാണ്. താളവാദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിലെ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന താളവാദ്യങ്ങൾ ഉപയോഗിക്കുന്നു.
നാടൻ പാട്ടിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതാണ് തുടി എന്ന് പറയുന്ന സാധനം. ഇതാണ് തുടി. ഇത് കാളത്തോല് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് മരത്തിൻ്റെയാണ് ഈ കുറ്റി. ഇത് കാളത്തോല് കൊണ്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇത് നാടൻ പാട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഇത് ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് വായിക്കാറുള്ളത്. കുറച്ച് നീളം കൂടിയ തുടിയുണ്ട്, നീളം കുറഞ്ഞ തുടിയുണ്ട്. ആദിവാസി ഗോത്ര വിഭാഗങ്ങളൊക്കെ ധാരാളമായിട്ട് അവരുടെ കളിയിലും പാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുടി. ഇതിങ്ങനെ വെറുതെ കൊട്ടുമ്പോൾ ഇതിന് ശബ്ദം ഉണ്ടാവില്ല. നമ്മളിതിൻ്റെ ഡയഫ്രം ഇങ്ങനെ വലിക്കുകയും മുറുകുക അയക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന് താളം നാദം വരുന്നത്. നോക്കൂ. ഇങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മൾ നാടൻ പാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം. ഈ വാദ്യങ്ങൾ അതുപോലെ തന്നെ മരം, പറച്ചെണ്ട, അതുപോലെ തന്നെ കുറുങ്കുഴൽ, കൈമണി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നാടൻ പാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. സാധാരണ നിങ്ങൾ വേദികളിലൊക്കെ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് സംഘങ്ങളുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. ഈ തുടി ഉപയോഗിച്ചുള്ള പാട്ട്. ഈ പാട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു കാലത്തുണ്ടായിരുന്ന ജാതി സമ്പ്രദായം കൂടിയായി ബന്ധപ്പെട്ടതാണ്. ജാതിയും തൊഴിലും തമ്മിലുള്ള ബന്ധമുണ്ട്. ഒരു തൊഴിൽ ചെയ്യുന്ന വിഭാഗം ഒരു ജാതി, അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. പിന്നീട് അതെല്ലാം പോയി. ഒരു ജോലി ചെയ്യുന്നവൻ ഒരു ജാതി എന്ന സമ്പ്രദായം പോയി. ഏത് ജോലി ചെയ്താലും ജാതി മാറാൻ പറ്റില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നത്. കേട്ടി. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. ഈ വായ്ത്താരി നിങ്ങൾക്ക് പാടിക്കൂടെ? എല്ലാവരും എൻ്റെ കൂടെ പാടണേ. ഞാൻ ഒന്നുകൂടി പാടാം. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. ഇനി നമുക്ക് തുടി കൊട്ടി പാടി നോക്കാം. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. മനത്തോരിടി വെട്ടി ഭൂമിയിലെ മഴ പെയ്ത് താനെ മുളച്ചൊരു പണ്ടകര. മനത്തോരിടി വെട്ടി ഭൂമിയിലെ മഴ പെയ്ത് താനെ മുളച്ചൊരു പണ്ടകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തണ്ടാന്റെ തണ്ടാത്തി മിനിക്ക് തണ്ടാത്തി തകര നുള്ളാനൊന്ന് പോരണുണ്ടോ? തണ്ടാന്റെ തണ്ടാത്തി മിനിക്ക് തണ്ടാത്തി തകര നുള്ളാനൊന്ന് പോരണുണ്ടോ? തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. നിന്നും കൊണ്ടൊരു മാടി ഇരുന്നും കൊണ്ടൊരു മാടി കിടന്നും കൊണ്ടൊരു മാടി തകര നുള്ളി. നിന്നും കൊണ്ടൊരു മാടി ഇരുന്നും കൊണ്ടൊരു മാടി കിടന്നും കൊണ്ടൊരു മാടി തകര നുള്ളി. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തകര നുള്ളി നുള്ളി തകര നുള്ളി നുള്ളി കയ്യോ നഖത്തിലും മുള്ളുകേറി. തകര നുള്ളി നുള്ളി തകര നുള്ളി നുള്ളി കയ്യോ നഖത്തിലും മുള്ളുകേറി. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. ഏറെ പ്രിയമുള്ള പൊന്നാങ്ങിളമരെ എന്നുടെ കയ്യിലെ മുള്ളെടുക്ക്. ഏറെ പ്രിയമുള്ള പൊന്നാങ്ങിളമരെ എന്നുടെ കയ്യിലെ മുള്ളെടുക്ക്. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. പറഞ്ഞാല് നെയ്തൊരു കുഞ്ഞി മുറത്തില് കൊണ്ടുചെരിയണ് പന്തകര. പറഞ്ഞാല് നെയ്തൊരു കുഞ്ഞി മുറത്തില് കൊണ്ടുചെരിയണ് പന്തകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന
തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. പെൺകൊല്ലം തല്ലിയ കുഞ്ഞരി വാളുണ്ട് കുനുകുനരിയാണ് പന്തകര. പെൺകൊല്ലം തല്ലിയ കുഞ്ഞരി വാളുണ്ട് കുനുകുനരിയാണ് പന്തകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. കോശോൺ തല്ലിയ കുഞ്ഞിക്കല്ലത്തില് വാരി നിറയ്ക്കണ് പണ്ടകര. കോശോൺ തല്ലിയ കുഞ്ഞിക്കല്ലത്തില് വാരി നിറയ്ക്കണ് പണ്ടകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. ആശാരി കുത്തിയ കുഞ്ഞി കയ്യിലുണ്ട് കോരി മറയ്ക്കണ് പണ്ടകര. ആശാരി കുത്തിയ കുഞ്ഞി കയ്യിലുണ്ട് കോരി മറയ്ക്കണ് പണ്ടകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. പുത്തനെല്ലിന്റെ പുതിയ ചോറിന്റെ മീതെ കിടന്നിത് പണ്ടകര. പുത്തനെല്ലിന്റെ പുതിയ ചോറിന്റെ മീതെ കിടന്നിത് പണ്ടകര. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. തന്നാനെ തന്നാനെ തന തന്നാനെ തന തന്നാന. ഇനിയൊരു കളിപ്പാട്ട്. ഈ കളിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മളെ കുട്ടി കാതിലും കഴുത്തിലും ആഭരണങ്ങൾ അണിയുന്നതുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്. ഇതൊരു കളിപ്പാട്ടാണ് ശരിക്ക്. അപ്പോൾ അതിൻ്റെ വായ്ത്താരി തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. വായ്ത്താരി ഒന്നുകൂടി പറയാം. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. ഇത് എങ്ങനെയൊന്ന് പാടി നോക്കാം നമുക്ക്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. കാതില് കാതോടയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. കാതില് കാതോടയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. മൂക്കില് മൂക്കുത്തിയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. മൂക്കില് മൂക്കുത്തിയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. മാറിയില് മാർത്താലിയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. മാറിയില് മാർത്താലിയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. കയ്യില് കൈവളയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. കയ്യില് കൈവളയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. എന്താ പെണ്ണേ ഏതാ പെണ്ണേ പെണ്ണന്ത കളിക്കാത്ത്. കാലില് കാൽത്തളയില്ലഞ്ഞിട്ടാണോ ഈ പെണ്ണ് കളിക്കാത്ത്. കാലില് കാൽത്തളയില്ലഞ്ഞിട്ടാണോ പെണ്ണ് കളിക്കാത്ത്. തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ തക തെയ്തക തക തെയ്തക തക തെയ്തക തെയ്താരേ.